മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ വിവരിക്കുന്നത്. നമുക്ക് പുതുതായി എന്തെങ്കിലും നേടിയെടുക്കേണ്ട ഒരു മനുഷ്യനല്ല നമ്മൾ എന്തെങ്കിലും നേടിയാൽ മാത്രമേ നമുക്ക് സംതൃപ്തി ഉള്ളൂ എന്നുള്ള ചിന്ത ശരിയല്ല. ആദ്യം അത് മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഞാനിരുന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെല്ലാം ഞാൻ നടപ്പിലാക്കിയിട്ടിരുന്ന് പറയുന്നു എന്നല്ല. നമ്മൾ ഒരു കൂട്ടായ ചർച്ചയായി നടത്തുന്ന കാര്യമാണ്. ഇതെല്ലാം നിങ്ങളെപ്പോലെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ പറയുന്ന എനിക്കും ബാധകമാണ്. നമ്മൾ സ്വയം വാസ്തവത്തിൽ പൂർണ്ണരാണ്, അതറിയൂ. നമ്മൾ ജന്മനാൽ പൂർണ്ണരാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരണം വരെ നമ്മളിൽ ഒരു പൂർണ്ണത ഉണ്ട്. നമ്മളൊരു പൂർണ്ണ മനുഷ്യ ജീവിയാണ്. നമുക്ക് വേണ്ടത് ആഹാരം, പിന്നെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വസ്ത്രങ്ങൾ, പിന്നെ കുറച്ച് സൗകര്യങ്ങൾ. മുമ്പ് പറഞ്ഞു, അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ തന്നെ അത് തരുന്നുണ്ട്. ശരിക്കും മാതാപിതാക്കൾ തരുന്നതല്ല, ഈശ്വരൻ നമുക്കത് അനുവദിച്ചതാണ്. പിന്നെ മറ്റൊരാളിന് അനുവദിച്ച സൗകര്യം അതേപടി നമുക്ക് കിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ശരീരമാണ് കിട്ടുന്നത്. അവരുടെ കുടുംബ പാരമ്പര്യവും മാതാപിതാക്കളും മറ്റു പല പല ഘടകങ്ങളും ചേർന്നാണ് നമുക്ക് നമ്മുടെ ശരീരം കിട്ടുന്നത്. ആ ശരീരം പക്ഷേ പൂർണ്ണമാണ്. ശരീരം പൂർണ്ണമാണ്, നമ്മുടെ മനസ്സ് പൂർണ്ണമാണ്, ബുദ്ധി പൂർണ്ണമാണ്. നമ്മളൊരു പൂർണ്ണ മനുഷ്യ ജീവിയാണെന്ന് ആദ്യം അറിയുക. പക്ഷെ പറ്റുന്നത്, നമ്മൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ധാരാളം കുറവുണ്ട് എന്ന്. എനിക്ക് ധാരാളം കുറവുകൾ. ചുറ്റിലും ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്, താരതമ്യം, കമ്പാരിസൺ. മറ്റുള്ളവരുമായി നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിന്റെ കളിയാണ്. അത് പറയും, കണ്ടോ അവിടെ അത് കണ്ടോ, അയാൾക്ക് അതുണ്ട്. വളരെ കൊച്ചു കുട്ടികൾക്ക് തന്നെ നല്ല അസൂയ ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇതാണ് കാരണം. കമ്പാരിസൺ. മനസ്സ് വളരെ കുഞ്ഞുനാളിലേ തുടങ്ങുന്നു. വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും നല്ല അസൂയയുണ്ട്. ആ അസൂയയിൽ നിന്നാണ് നമുക്ക് ഈ മോഹങ്ങൾ തുടങ്ങുന്നത് തന്നെ. നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് ധാരാളം പല പല കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ ചെറുതിലേ മനസ്സിലാക്കുന്നു. സമൂഹം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. അതൊക്കെ നമുക്ക് വേണം, അതുപോലെ നമ്മളാവണം. നമ്മൾ ഇത്തിരി കറുപ്പാണെങ്കിൽ നമുക്ക് വെളുക്കണം, പൊക്കം കുറവാണെങ്കിൽ പൊക്കം കൂട്ടണം. എന്തെല്ലാം കാര്യങ്ങൾ വളരെ കുഞ്ഞുനാളിലേ തുടങ്ങുന്നതാ. അങ്ങനെ പറഞ്ഞു വന്നാൽ നൂറ് കണക്കിന് ആഗ്രഹങ്ങൾ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബാഹ്യമായ കാര്യങ്ങൾ. സമൂഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതാവണം, ഇതാവണം, IAS എടുക്കണം, IPS എടുക്കണം, പറ്റുമെങ്കിൽ മന്ത്രിയാവണം, പ്രസിഡന്റ് ആവണം, പണക്കാരനാവണം, എല്ലാം ആവണം. നമുക്ക് എന്തും വേണം. നമ്മൾ കാണുന്ന എല്ലാം നമുക്കാവണം. അങ്ങനെ ആവണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മനസ്സാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ, ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാലെങ്കിലും പഠിക്കണ്ടേ? നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, നമുക്ക് ആവശ്യത്തിനുള്ള പൂർണ്ണത നമുക്കുണ്ട്. പുറമേ നിന്നുള്ള വസ്തുക്കളെയാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. നമ്മളിലൊരു പൂർണ്ണതയുണ്ട്. നമ്മളൊരു പൂർണ്ണ മനുഷ്യനാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് എത്ര പൊക്കമുണ്ടോ അതാണ് നമ്മുടെ പൊക്കം. നമുക്ക് എത്ര വണ്ണമുണ്ടോ അതാണ് നമ്മുടെ വണ്ണം. നമ്മുടെ നിറം എന്താണോ അത് നമ്മുടെ നിറം. നമുക്ക് എന്തുണ്ടോ അത് ഈശ്വരൻ നമുക്ക് കരുങ്ങി നൽകിയതാണ്. അത് നമ്മുടെ കഴിവ് നമ്മുടേതാണ്. അതിന് വേണമെങ്കിൽ കുറെ കഴിവുകളൊക്കെ വിദ്യാഭ്യാസം കൊണ്ടും മറ്റു ട്രെയിനിങ് കൊണ്ടുമൊക്കെ പരിശീലിച്ച് കുറെ കൂടെ പുരോഗമിപ്പിക്കാം. അതെല്ലാം മനുഷ്യന്റെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ. പക്ഷെ അതിലപ്പുറത്ത് നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത അനാവശ്യമായ, നമുക്ക് ആവശ്യമില്ലാത്ത കുറെ മോഹങ്ങൾ, ആ മോഹങ്ങളും കൂടെ നേടിയാലേ ഞാനാവുള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൂടെ ആയാൽ ഞാനാവുന്നതാണ്. അങ്ങനെ എത്രയോ ആയി നമ്മൾ, എന്നിട്ടും നമുക്ക് ഞാനായില്ല. 100% ആവണം നമുക്ക്. നമ്മളെ താഴെ ഒരു 30, 40, 50% നമ്മൾ സ്വയം പറയുന്നത്. നമ്മൾ മോഹങ്ങളെ കൂട്ടുപിടിക്കുന്നു.
നമ്മുടെ മനസ്സ് പറയുന്നു നീ അപ്പുറത്ത് നോക്ക്, ഇപ്പുറത്ത് നോക്ക്, അയാളെ നോക്ക്, ഇയാളെ നോക്ക്. നമ്മളെ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നത് അത് തന്നെയല്ലേ? നീ അത് കണ്ടോ, അപ്പുറത്തെ കുട്ടി കണ്ടോ, ഇപ്പുറത്തെ കുട്ടി കണ്ടോ, നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം താരതമ്യം, നിരന്തരം കമ്പാരിസൺ. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ കൂടുമെന്നല്ലാതെ, ദുഃഖം കൂടുമെന്നല്ലാതെ നമുക്കൊന്നും സംഭവിക്കില്ല, ഗുണമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ആയിത്തീർന്നാലേ എനിക്ക് സമൂഹത്തിൽ വിലയുള്ളൂ എന്ന് നമ്മൾ ചെറുതിലേ പഠിക്കുന്നു. നമ്മളെയിട്ട് കുഴപ്പിക്കുകയാണ് ഈ ജീവിതം. നമ്മളെ ഈ സമൂഹവും നമ്മളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെയിട്ട് കറക്കുകയാണ്, പമ്പരം കറക്കുന്നത് പോലെ. എന്തെങ്കിലും ആയിത്തീർന്നാലേ സമൂഹം എന്നെ അംഗീകരിക്കുള്ളൂ. ഞാനൊരു വലിയ ആൾ, VIP, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. വലിയ വലിയ ആൾക്കാർക്ക് കിട്ടുന്ന പരിഗണന സമൂഹം കൊടുക്കുന്നത് അവർക്കാണ്. എന്നെ ആരും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ VIP അല്ല, ഞാനൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ല, എന്റെ സ്ഥാനമാനങ്ങൾ വലുതല്ല. അതുകൊണ്ട് ഞാനൊരു VIP ആണെന്ന് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. എന്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം, എന്റെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തണം, എന്റെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം, പിന്നെ സംസ്ഥാനത്തെ, രാജ്യത്തെ, പറ്റുമെങ്കിൽ ലോകം മുഴുവനും. ഇപ്പോഴാണെങ്കിൽ ലോകം മുഴുവനുമാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ നമ്മൾ ലോകം മുഴുവനും അറിയിക്കുകയാണ് നമ്മളെ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളിൽ സ്വസ്ഥത കണ്ടെത്താൻ പറ്റില്ല. എനിക്ക് എന്നിലൊരു തൃപ്തിയില്ല. അതിന് കാരണം ഞാൻ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. ഞാൻ എന്നെ അംഗീകരിക്കാതെ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം എന്നെ അംഗീകരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മളെ വീട്ടുകാർ നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ അംഗീകരിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഞാൻ എന്നെ അംഗീകരിക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുക, മുമ്പ് ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാ. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതൊക്കെ കുറച്ച് ഒക്കെ നമ്മൾ നേടിയെടുക്കേണ്ടി വരും. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ആത്മവിശ്വാസം ഉള്ളവരെ മറ്റുള്ളവർ അംഗീകരിക്കും. ഞാൻ എന്നെ അംഗീകരിച്ചാൽ മറ്റുള്ളവരും എന്നെ അംഗീകരിക്കും. നമ്മൾ എടുക്കേണ്ട പോളിസി മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാൻ ആരെയും പോയി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അത് വേറൊരു കാര്യം. ഞാൻ എന്റേതായ രീതിയിൽ, എനിക്ക് തൃപ്തി ഉണ്ടാവുന്ന രീതിയിൽ, എന്നെ ഞാൻ അംഗീകരിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കൂ. ഞാൻ എന്നെ അംഗീകരിക്കുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകം മുഴുവനും എന്നെ അംഗീകരിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മുടെ എല്ലാവരെയും പ്രശ്നം, നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നില്ല. നമുക്ക് വേറെ അഡ്രസ്സുകൾ വേണം. അത് കുടുംബത്തിന്റെ അഡ്രസ്സ് വേണം, മറ്റു ബന്ധുക്കളുടെ സർട്ടിഫിക്കറ്റ് വേണം, സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒറ്റയ്ക്ക് വന്നതാണ്, നമ്മൾ ഒറ്റയ്ക്ക് വേറെ ഏതോ സ്ഥലത്ത് നിന്ന് വന്നതാണ്. വരുമ്പോ നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിറങ്ങുമ്പോഴും നമുക്ക് ആരെയും അറിയില്ലായിരുന്നു. നമുക്കൊരു 5 വയസ്സോ 10 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളെ ബന്ധുക്കളെയൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ തന്നെ വർഷം കുറെ ആയി. ആദ്യം അച്ഛനെയും അമ്മയൊക്കെ തിരിച്ചറിയാൻ പറ്റും, കുറേശ്ശെ. അത് നേരെ അറിയാനൊന്നും പറ്റില്ല. നമ്മൾ അവരെ നോക്കി ചിരിക്കുന്നതൊക്കെ ഒരു പ്രകൃതിപരമായ ചിരിയൊക്കെയാണ്. കൊച്ചുകുട്ടിയൊക്കെ ചിരിക്കുന്നത് അറിഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ 5ഓ 10ഓ വയസ്സായതിനു ശേഷമാണ് നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ അറിയുന്നത്. പിന്നീടാണ് നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു 10-100 സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ. വാസ്തവത്തിൽ അതെല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന മോഹങ്ങളാണ്. നമുക്ക് ഈ സമൂഹത്തിൽ ഞാനൊരു VIP ആയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. നമുക്കുള്ളത് വെച്ച് ജീവിക്കാൻ നോക്കുക. ഉള്ളതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അത് വേറെ കാര്യം. അത് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അത് പണമായാലും ആരോഗ്യമായാലും എന്തായാലും, അത് ഡെവലപ്പ് ചെയ്യുന്നത് അനുസരിച്ച് അത് ഉണ്ടായിക്കോട്ടെ. പകരം അത് ഏതെങ്കിലും നമുക്കില്ലാത്ത ഒരു വസ്തു നമുക്ക് ലഭിച്ചാലേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കൂ. നമ്മൾ ഈ ഭൂമിയിൽ ഒരു VIP ആവാൻ ശ്രമിച്ച് ഒരു VVIP ആവാൻ ശ്രമിക്കും.
കുറച്ചു പേരാവും, ലക്ഷക്കണക്കിന് പേരിൽ 1-2 പേരാവും. BIP അല്ല, BIP അല്ല, VVIP അല്ല, ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി തീർന്നാൽ പോലും അതിനുശേഷം നമുക്ക് അസംതൃപ്തി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ അറിയുക. ഈ ലോകത്തൊരിക്കലും ആരും ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിലൂടെ ഒരു സംതൃപ്തിയും പൂർണ്ണമായും നേടില്ല. ഉപേക്ഷിക്കുന്നതിലൂടെ, വേണ്ടെന്ന് വെക്കുന്നതിലൂടെ, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതിലൂടെ മാത്രമേ ഒരാളിന് സംതൃപ്തി കിട്ടുകയുള്ളൂ. ലോക ചക്രവർത്തിമാരായ ആൾക്കാരുടെ കഥയെടുത്ത് നോക്കിയാൽ, ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ആൾക്കാരുടെ കഥകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, നമ്മളെ കാര്യവും അവരുടെ കാര്യവും ഒരുപോലെ തന്നെ ഗതികേടാണ്. അവർക്കും പറയത്തക്ക സംതൃപ്തിയും ആശ്വാസവും ശാന്തിയും ഒന്നുമില്ല. എവറസ്റ്റ് കൊടുമുടിയിൽ കയറിയാൽ നിൽക്കുന്നവർ, ലോകത്തിലെ പരമോന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയവരുണ്ട്, ലോകം മുഴുവനും അറിയുന്നവരുണ്ട്. ഏതാണ്ട് 900 കോടി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ 900 കോടി മനുഷ്യരും അറിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവണം. അവരെ മുഖത്ത് നോക്കൂ, TV-യിലൊക്കെ വരുമ്പോ നമ്മളെക്കാൾ ചിലപ്പോൾ ഗതികേടായിരിക്കും. വെറുതെയാണ് ഈ പരമോന്നത ബഹുമതികൾ കൊണ്ട് നമുക്ക് സംതൃപ്തി കിട്ടുമെന്നുള്ള തോന്നൽ. അത് വെറും തോന്നലാണ്, നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കുന്നതാണെന്ന് അറിയൂ. നമുക്ക് അങ്ങനെയുള്ള ഉയർന്ന അവസ്ഥയിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മള് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്ന പോളിസി അല്ല. നമ്മൾ എവിടെ എത്തിച്ചേർന്നാലും നമ്മളെ ഉള്ളിൽ നേരത്തെ നമ്മൾ സമാധാനം കണ്ടെത്തിയില്ല എങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിന് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ നമുക്കതുകൊണ്ട് ഗുണം ചെയ്യില്ല. നമ്മൾ ലോകത്തിന് ഏതവസ്ഥയിലെത്തിയാലും നമുക്കത് സംതൃപ്തി നൽകില്ല എന്നറിയണം. അതൊരു പാഠമാണ്, ഇതൊരു ജീവിത പാഠമാണ്. വെറുതെ ഒരു സീതാദേവി ശ്രീരാമദേവന് മാരീചൻ എന്ന പൊന്മാന്റെ പിന്നാലെ ഓടിച്ച കഥ നമ്മൾ ചെറുതിലേ തൊട്ട് കേൾക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മോഹങ്ങളുടെ പൊന്മാന്റെ പിന്നാലെ ഓടുകയല്ലാതെ അത് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് 100% സംതൃപ്തിയും ശാന്തിയും ലഭിക്കും എന്നുള്ള ചിന്ത തെറ്റാണ്. ഒരുപക്ഷെ കിട്ടും, താൽക്കാലികമായി നമുക്കൊരാശ്വാസം ഉണ്ടാവും. നമ്മളൊരു പദവിയിലെത്തിയാൽ കുറച്ചുപേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അത് നമ്മളെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളിരിക്കുന്ന കസേര, നമ്മൾ എത്തിയ അവസ്ഥ. നമുക്ക് ഒരു ഭരത് ഭൂഷൺ അവാർഡോ അതിന് പത്മശ്രീയോ കിട്ടിയാൽ, ഈവൻ ഭാരതരത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ്, വളരെ കുറച്ചു പേർക്ക് അത് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ കിട്ടുമ്പോൾ താൽക്കാലികമായിട്ട് ബന്ധുക്കളൊക്കെ വന്ന് ഷേക്കാൻ്റെ ഒക്കെ തരും, ചെറിയ സാമ്പത്തികമായ ലാഭം കിട്ടും. എവിടെയെങ്കിലും പോയാൽ ചെറിയ അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ വലിയ അംഗീകാരം കിട്ടും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് അവരോട് ചോദിക്കൂ, നിങ്ങൾ ഭാരതരത്ന അല്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മറന്നു പോകാണ് അവര്. അവരുടെ പ്രശ്നത്തിനൊന്നും കുറവ് വരില്ല. അവരുടെ ശാരീരിക പ്രശ്നത്തിനോ മാനസിക പ്രശ്നത്തിനോ ഒരു കുറവും വരില്ല, വേറെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ലോകത്തെന്തെങ്കിലും ആയിത്തീർന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കൂ. വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ നമ്മൾ ചിന്തിച്ചറിയാം, നമ്മുടെ ഏതാഗ്രഹമാണോ പൂർത്തീകരിച്ചത്, അങ്ങനെ പൂർത്തീകരിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നഷ്ടബോധമുണ്ടാവുമെന്നാണ്. നമ്മൾ സ്വപ്നം കണ്ട് നടന്നപ്പോ അത് കൊള്ളാമായിരുന്നു. ശ്രദ്ധിക്കൂ, നമുക്കൊരു വാഹനമില്ല, ഒരു ബൈക്കില്ല സ്വന്തമായിട്ട്, നമ്മളത് ആഗ്രഹിച്ച് നടന്നു. ഒടുവിൽ വളരെ ബുദ്ധിമുട്ടി വീട്ടുകാരോ നമ്മളോ അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോൾ ബൈക്കിന്റെ പ്രശ്നം തീർന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബൈക്ക് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ട് നടന്നത് കിട്ടിക്കഴിയുമ്പോൾ ഇല്ലാതാവും. അത് ബൈക്കല്ല, കാറല്ല, വീടല്ല, എന്തായാലും നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴാണോ പൂർത്തീകരിക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്കൊരു ശൂന്യതാബോധമാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സ്വപ്നങ്ങൾക്കൊന്നും നമ്മളെ പുറകെ പോണ്ടെന്നോ നടപ്പിലാക്കേണ്ടതോ ഒന്നും അല്ല, പകരം അങ്ങനെ ഉണ്ടായാലേ നമുക്ക് സമാധാനം വരുള്ളൂ എന്ന ചിന്ത ഒഴിവാക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രതീക്ഷയുമായി ജീവിക്കുമ്പോൾ അതിന്റെ പേരിൽ ജീവിക്കാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ആ പ്രതീക്ഷ നടപ്പിലാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രതീക്ഷകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വീണ്ടും മുഷിപ്പൻ ജീവിതമായി മാറും. ഏറ്റവും വലിയ ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു ആഗ്രഹത്തെ സാധിച്ചെടുക്കുന്നത്.
അത് പിന്നെ നമുക്ക് വേറെ ഒരു പ്രശ്നമായി തീരുകയാണ് പൊതുവെ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ മോഹങ്ങളെയും ഒരിക്കലും നമ്മൾ അടിച്ചമർത്താൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ മോഹങ്ങളെയോ മനസ്സിനെയോ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ നമ്മളൊരു ആഗ്രഹത്തെ അടിച്ചമർത്തിയാൽ അത് നമ്മുടെ ഉള്ളിൽ കടന്നു വളരും. മോഹങ്ങളെയോ നമ്മുടെ ആഗ്രഹങ്ങളെയോ തൃഷ്ണകളെയോ ഒന്നും അടിച്ചമർത്താൻ പാടില്ല. അത് നമ്മുടെ ഉള്ളിന്റെ അടിത്തട്ടിൽ കിടക്കും. അത് അവിടെ കിടന്ന് നമ്മെ നിയന്ത്രിക്കും. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം മോഹങ്ങളെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് അവ ഒഴിവാവും. ആ മോഹങ്ങളെ കുറിച്ച് എപ്പോഴും വിചിന്തനം ചെയ്യുക, വിശകലനം ചെയ്യുക. ഒരു മോഹത്തിനെയും അടിച്ചമർത്തി വെക്കരുത്. അടിച്ചമർത്താതെ അതിനെ നമ്മൾ ചിന്തിച്ച കാര്യകാരണ സഹിതം അതിന്റെ ആവശ്യമില്ല എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക.